നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിന്റെ മകളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്വന്തമായ ഒരു ഇടം നേടാൻ ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ദിയയുടെ വ്ലോഗുകളും റീലുകളും എല്ലാം വൈറലായി മാറാറുണ്ട്. ആരാധകരെ നേടുന്നത് പോലെ തന്നെ വിമർശകരെയും നേടിയിട്ടുണ്ട് ദിയ. ഓമിയുടെ പിറന്നാൾ സ്വകാര്യ ചടങ്ങായി ആഘോഷിച്ചതിനെക്കുറിച്ച് വിശദീകരിച്ച് ദിയ പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു. എന്നാൽ ചടങ്ങിൽ അശ്വിന്റെ കുടുംബം പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത്. കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിൽ അശ്വിന്റെ വീട്ടുകാരെ ക്ഷണിച്ചിരുന്നില്ല. ദിയയുടെ മാതാപിതാക്കൾ ഒരുക്കിയ സർപ്രൈസ് ആഘോഷമായിരുന്നു. സ്വന്തം പേരക്കുട്ടിയുടെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അശ്വിന്റെ വീട്ടുകാരുടെ സാഹചര്യം വലിയ ചർച്ചയായി. ഇതിനിടെ ദിയ അടുത്തതായി പങ്കുവച്ച വ്ലോഗിൽ ബന്ധുക്കളെ ക്ഷണിക്കാതെ പിറന്നാൾ ആഘോഷം നടത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നാട്ടിൽ വെറുതെ ഹോട്ടൽ റൂം എടുത്ത് വെറുതെ പൈസ ചെലവാക്കി കുറെ പേരെ വിളിക്കണം. അവർ വന്ന് കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല എന്ന സാഹചര്യം വേണ്ട എന്ന് കരുതി. കുഞ്ഞിൻ്റെത് ഓർമ്മയൊന്നും കാണില്ലല്ലോ, വെറുതെ ഒരു അലമ്പ് വേണ്ടെന്ന് വെച്ചു. ഞാൻ പാർട്ടികൾ ഹോസ്റ്റ് ചെയ്യുന്ന ആളല്ല, എനിക്കത് പറ്റാറില്ല. ഏറ്റാൽ ചെയ്യും. അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും പ്രൈവറ്റായി നമ്മൾ 3 പേരും മതിയെന്നാണ്. കുഞ്ഞ് കുറച്ച് വലുതായിട്ട് ഓർമ്മ വെക്കുന്ന പ്രായമായാൽ പിറന്നാൾ ആഘോഷം നടത്താം. ഇപ്പോൾ അവനൊന്നും ഓർമ്മയുണ്ടാകില്ല എന്നും ദിയ കൃഷ്ണ പറഞ്ഞിരുന്നു. വ്യാപക വിമർശനമാണ് ദിയയ്ക്കും അശ്വിനും വരുന്നത്. പിറന്നാളിൽ പങ്കെടുക്കാൻ വരുന്നവർ കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളയുമോ എന്നാണ് വിമർശിക്കുന്നവരുടെ ചോദ്യം. ദിയയുടെ വീഡിയോയ്ക്ക് താഴെ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ കമന്റുകളുണ്ട്. അശ്വിനെ വിമർശിച്ചുകൊണ്ടാണ് കമന്റ്. അശ്വിൻ, നീ ഇങ്ങനെ ഒരാളാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. നിന്റെ പഴയകാലം നീ മറന്നുപോയോ? ഒരു പെണ്ണിനെ കിട്ടിയതും നിനക്ക് ഉണ്ടായിരുന്ന എല്ലാം നീ വിട്ടോ. ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഇത്രയും കാലം നിന്നെ വളർത്തിയ മാതാപിതാക്കളെ നീ കൈവിട്ടു. നിന്റെ സഹോദരനെയും കൈവിട്ടു. നിന്റെ കുഞ്ഞിന്റെ പിറന്നാൾ ദിനത്തിൽ നീ അവരെ ഓർക്കുന്നില്ല. എന്ത് ദുഃഖകരമാണെന്നാണ് തമിഴിൽ വന്നിരിക്കുന്ന കമന്റ്. തമിഴ്നാട്ടുകാരാണ് അശ്വിനും കുടുംബവും. ഏറെ കാലമായി ഇവർ കേരളത്തിലാണ് താമസം. ദിയയുമായുള്ള വിവാഹശേഷം ജീവിതം മാറിമറിഞ്ഞയാളാണ് അശ്വിൻ ഗണേഷ്. മിഡിൽ ക്ലാസ് ജീവിതത്തോട് അശ്വിൻ ബൈ പറഞ്ഞു. പേരും പ്രശസ്തിയും ലഭിച്ചു. എന്നാൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു അശ്വിന്. എവിടെ നോക്കിയാലും അശ്വിനെതിരെയുള്ള വിമർശനങ്ങളും ട്രോളുകളുമാണ്. സ്വന്തം പേരക്കുട്ടിയുടെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അശ്വിന്റെ വീട്ടുകാരുടെ സാഹചര്യവും വലിയ ചർച്ചയായി. ഇതിനിടെ ദിയ അടുത്തതായി പങ്കുവച്ച വ്ലോഗിൽ ബന്ധുക്കളെ ക്ഷണിക്കാതെ പിറന്നാൾ ആഘോഷം നടത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതോടെ അശ്വിനെതിരെയും വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത്. വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ ഒരു പേടി കാണും. എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു. എല്ലാം സ്വന്തമായി നോക്കണമെന്ന ഭയം. പുറത്ത് കാണിക്കുന്നില്ല എങ്കിലും അകത്ത് കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അത് മറികടന്നു. അതാണ് ജീവിതമെന്ന് അശ്വിൻ പറഞ്ഞു. എന്നായാലും ഈ സാഹചര്യം ഫേസ് ചെയ്തേ പറ്റൂവെന്നും അശ്വിൻ ചൂണ്ടിക്കാട്ടി. കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും മാറി താമസിക്കാൻ പോകുന്നവർക്കും തുടക്കത്തിൽ ആ തോന്നലുണ്ടാകും. അത് മാറുന്നതാണോ ശീലമാകുന്നതാണോ എന്നറിയില്ല എന്നും അശ്വിൻ അന്ന് പറഞ്ഞു. മക്കൾ ഓരോരുത്തരായി വിമർശനം ശക്തമാകവെയും പിതാവ് കൃഷ്ണകുമാർ പ്രതികരിച്ചിട്ടില്ല. വിവാദങ്ങൾ കാര്യമാക്കരുതെന്നാണ് മുൻപൊരിക്കൽ കൃഷ്ണകുമാർ മക്കൾക്ക് നൽകിയ ഉപദേശം. പലതും ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. കൊടുങ്കാറ്റിനകത്ത് കൂടെ കടന്നുപോയാൽ ചെറിയ ചെറിയ കാറ്റുകൾ ഏൽക്കില്ല. ഈ നടന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. ഒരിക്കലും ഒരാളോടും ദേഷ്യവും വൈരാഗ്യവും വേണ്ട. നമ്മുടെ വളർച്ചയിലേക്ക് ശ്രദ്ധ നൽകുക. ഉത്സവത്തിന് പോകുന്ന ആനയായി നമ്മളെ സ്വയം വിചാരിക്കുക. ആന വിരിഞ്ഞു നടന്നു പോകും. സൈഡിൽ നിന്ന് പട്ടികൾ കുരയ്ക്കും. പക്ഷേ ആരും ശ്രദ്ധിക്കില്ല. ആന ശ്രദ്ധിക്കാതെ നടന്നു പോകും. ആനയുടെ ഉന്നം ഉത്സവത്തിനെത്തി ഉത്സവം മേളമാക്കുക എന്നതാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പ്രണയത്തിലായി വളരെ പെട്ടെന്നായിരുന്നു ദിയയുടെ വിവാഹവും കുടുംബജീവിതത്തിലേക്ക് കടക്കലും. സാധാരണക്കാരനായ ഭർത്താവ് അശ്വിനെയും ദിയയെയും കുറിച്ച് നിരവധി താരതമ്യങ്ങൾ വന്നു. എന്നാൽ ഇതൊന്നും അവരുടെ സ്നേഹബന്ധത്തെ ബാധിച്ചില്ല. എന്നാൽ അശ്വിന്റെ വീട്ടുകാരുമായി ദിയയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹം ശക്തമായി തന്നെ തുടരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെ ലക്ഷ്യം വെക്കുന്ന തരത്തിൽ പല സ്റ്റോറികളും ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. അമ്മായിയമ്മ മരുമകൾ പ്രശ്നം പറയുന്ന റീലുകൾക്ക് ലൈക്ക് ചെയ്തു. ഇതെല്ലാം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിനിടെ മറ്റു ചില മാറ്റങ്ങൾ ദിയയുടെ വ്ലോഗുകളുടെ വ്യൂവേഴ്സ് ശ്രദ്ധിച്ചു. വിവാഹത്തിന് മുൻപ് ഇടയ്ക്കിടെ അശ്വിന്റെ വീട്ടിൽ പോകുമായിരുന്നു ദിയ. ദിയയുടെ ചേട്ടന്റെ മകളുമായി വലിയ അടുപ്പമായിരുന്നു. എന്നാൽ പോകെ ദിയ അശ്വിന്റെ വീട്ടിൽ പോകുന്നതേ വ്യൂവേഴ്സ് കാണാതായി. വിവാഹത്തിന് മുൻപ് ദിയ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ അശ്വിന്റെ ചേട്ടന്റെ മകളെയും വ്ലോഗുകളിൽ കാണാതായി.
ദിയ അശ്വിനെ വിവാഹം ചെയ്യാൻ വേണ്ടി മാത്രം അശ്വിന്റെ വീട്ടുകാരോട് വിനയം കാണിച്ചതാണെന്നും വിവാഹം കഴിഞ്ഞതോടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നുവെന്നും വ്യാപകമായി അഭിപ്രായങ്ങൾ വന്നു. നേരത്തെ അശ്വിന്റെ വീട്ടുകാർ കുഞ്ഞിനെ കാണാറില്ലേ എന്ന ചോദ്യത്തിന് ദിയ കൃഷ്ണ മറുപടി നൽകിയിരുന്നു. അശ്വിന്റെ കുടുംബം കുഞ്ഞിനെ കാണാറില്ലേ, കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കാറില്ലേ എന്ന് ഒത്തിരി പേർ ചോദിക്കാറുണ്ട്. ഞാനും എൻ്റെ വീട്ടുകാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പക്ഷേ അശ്വിൻ്റെ വീട്ടിൽ ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിലേ ഇല്ല. അവർക്ക് അവരുടേതായ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനും എൻ്റെ ഫാമിലിയും വർഷങ്ങളായി മീഡിയയിലുള്ളവരാണ്. നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കും. അശ്വിൻ്റെ വീട്ടിൽ പോകുമ്പോഴോ അവരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴോ നമ്മളായി വ്ലോഗ് എടുത്തില്ല എങ്കിൽ അതാരും അറിയില്ല. അങ്ങനെ ആളുകൾ അറിയാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അതിനർത്ഥം ഞങ്ങൾ അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നില്ല എന്നാണ്. എല്ലാവർക്കും അവരുടേതായ സമയം കുഞ്ഞിനൊപ്പം കിട്ടും. ഞാൻ എൻ്റെ കംഫർട്ടിന് പോകുന്നത് എൻ്റെ സ്വന്തം വീട്ടിലായിരിക്കുമല്ലോ. ഞാൻ പോകുന്ന സ്ഥലത്തല്ലേ തൽക്കാലം കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓമി ചെറിയ കുഞ്ഞാണ്. അവനൊരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അശ്വിൻ്റെ കൂടെ വിടാം. എനിക്ക് അത്രയും സന്തോഷം. പക്ഷേ ഇപ്പോൾ എനിക്ക് കംഫർട്ടബിളായ സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ അവിടെ ഓമിയും വരണമെന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത്. അതേസമയം അഹാന കൃഷ്ണയും സിന്ധു കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ തൻവിയുടെ ഒരു ബ്ലോഗോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ ആദ്യമായി പ്രതികരിച്ച് സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും തന്റെ ജീവിതത്തിൽ എന്തായാലും ഒരു അമ്മു വേണമെന്നും സിന്ധു കൃഷ്ണ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ട്രാൻസ് വുമണും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായിരുന്ന സോഷ്യൽ മീഡിയ താരവുമായ നാദ്ര മെഹ്റിൻ പ്രതികരിച്ച് എത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു നാദ്രയുടെ പ്രതികരണം. അഹാനയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാർ അറിയണമെന്നുള്ളത് അഹാനയുടെ ആവശ്യമാണ്. അഹാനയുടെ കുടുംബത്തിനും ആ വാശിയുണ്ട്. അഹാനയ്ക്കെതിരെ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ കമന്റുകൾ വരുന്നത്. ആ കമന്റുകൾക്കെല്ലാം മറുപടി കൊടുത്ത ആ കുടുംബത്തിന്റെ ഫ്രെയിമിനെ തന്നെ നശിപ്പിച്ചതായി എനിക്ക് തോന്നി. ആ കുടുംബത്തിന് ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. ആ സൗന്ദര്യം നശിപ്പിച്ചത് ഈ മക്കൾ തന്നെയാണ്. മുത്തശ്ശിയാണ്, പ്രായമായ സ്ത്രീയാണ്. അവർക്ക് അവരുടേതായ പരിമിതികളും പോരായ്മകളുമുണ്ട്. ആ പോരായ്മകൾ മനസ്സിലാക്കി പെരുമാറേണ്ടത് അഹാനയാണ്. വിദ്യാഭ്യാസമുള്ളയാളാണ് അഹാന. പക്ഷെ ആ വിദ്യാഭ്യാസത്തിന്റെ ഗുണം കാണിക്കാതെ പോയി. ലൈം ലൈറ്റിൽ നിന്നും താഴോട്ട് പോകുന്നുവെന്ന് തോന്നുമ്പോൾ ഇത് പറഞ്ഞാൽ റീച്ച് ഉണ്ടാകും. അതെന്റെ ഒരു തോന്നലാണ്. ലൈം ലൈറ്റിൽ നിൽക്കുന്നവർ സാധാരണ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. പക്ഷെ അതിനുവേണ്ടി കുടുംബത്തെ ഇട്ടുകൊടുക്കുന്നത് മോശമാണെന്നായിരുന്നു നാദ്രയുടെ പ്രതികരണം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe Subscribe here for more videos. Subscribe now. Thank you. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.